നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഓശാന ശനിയുടെ കോഴിക്കോട്ട് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 2 കപ്പ് അരിപ്പൊടി, 2.5 കപ്പ് വെള്ളം എടുക്കുക. അല്പം ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിളപ്പിക്കുക. അതിൽ നിന്ന് 1/2 കപ്പ് വെള്ളം മാറ്റി വയ്ക്കാം. 2 കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സാക്കി അത് കുറച്ച് നേരം മൂടി വയ്ക്കാം. അത് ചൂടാറി വേവുന്നവരെ 2 അച്ച് ശർക്കര ഉരുക്കിയെടുത്ത് അരിച്ച് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് അതിലൊരു 1.5-2 കപ്പ് തേങ്ങ ചേർത്ത് നന്നായി വെള്ളം വലിയിച്ചെടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക, നല്ല ഫ്ലേവറിന് വേണ്ടി. പിന്നെ കുറച്ച് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ച് ചേർക്കുക. ചുക്ക് വേണ്ടവർക്ക് അതും ചേർക്കാം. എന്നിട്ട് നന്നായി വെള്ളം വലിയിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ആദ്യം കുഴച്ച് വെച്ച അരിപ്പൊടി നമുക്ക് ഡ്രൈനെസ് തോന്നണമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് നന്നായി കുഴച്ച് സോഫ്റ്റാക്കി നല്ല ബോൾസാക്കി മാറ്റി വയ്ക്കാം. പിന്നീട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച തേങ്ങ വെച്ചതും കൂടെ അതിനകത്ത് ഫില്ല് ചെയ്ത് ഓരോന്നും ഓരോ കൊട്ട പോലെ ഉണ്ടാക്കി ഓരോന്നും അതിനകത്ത് ഫില്ല് ചെയ്തു. ഞങ്ങൾ തൃശ്ശൂർക്കാർ കോഴിക്കോട്ടാന്നാട്ടാ പറയല്ലേ, അത് തെറ്റി പറഞ്ഞിരുന്നതാണ്. അത് ഞങ്ങളുടെ നാടൻ ശൈലിയാണ്. അങ്ങനെ നമുക്കിത് എല്ലാം ബോൾസാക്കി ഒരല്പം നെയ്യും കൂടി പുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഗ്ലേസിങ് കിട്ടും. അങ്ങനെ നമുക്കതെല്ലാം സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്ത് എടുക്കാം. ഒരു 5 മിനിറ്റ് നല്ല ചൂടിൽ വെച്ചതിന് ശേഷം ഒന്ന് തീ കുറച്ചൊരു 10 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടും. ഒരു കുരിശും കൂടെ ഇതിനെ കൂടെ ഉണ്ടാക്കി വെക്കണേ. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ആരംഭമാണല്ലോ, അപ്പോൾ അതിനായിട്ട് ഒരു കുരിശും കൂടെ അതിനകത്ത് ഓർമ്മയ്ക്കായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരല്പം ചൂട് കുറഞ്ഞ് കഴിഞ്ഞതെല്ലാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നൊരു സംഭവം കൂടി ഉണ്ട്, പീച്ചാമ്പൊടി എന്നാണ് പറയുക. അത് മറ്റ് സ്ഥലങ്ങളിൽ വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ബാക്കി വന്ന ഈ പൊടിയിലേക്ക് അല്പം തേങ്ങ ചിരകിയതും കുറച്ച് ഒരു 2 ചുവന്നുള്ളിയും അല്പം ജീരകം കൂടി ചതച്ചും കൂടെ ചേർത്ത് കൈകൊണ്ട് ഞെക്കി ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നമ്മുടെ പീച്ചാമ്പൊടിയും റെഡി. അപ്പോൾ കോഴിക്കോട്ടെയും പീച്ചാമ്പൊടിയും റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.